അച്ചായൻസ് അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കപ്പ ബിരിയാണിയാണ്. അതിനുവേണ്ടി 2 കിലോ കപ്പ നമ്മൾ വൃത്തിയാക്കി വെച്ച് വേവിച്ച് വെച്ചിരിക്കുന്നതാണത്. ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ് ഇത്. പിന്നെ നമ്മൾ ഓൾറെഡി ഇതിന് വേണ്ട എല്ല് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഇട്ടാണ് അത് വേവിച്ച് വെച്ചിരിക്കുന്നത്. 2 വിസിലാണ് അടിച്ചത് കുക്കറിൽ. അത് എത്ര വിസിലാണെന്നുള്ളത് ഓരോ കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം ഇത് 2 വിസിലാണ് അടിച്ചിട്ടുള്ളത്. അത് വേവിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത്. 1 കിലോയാണ് ഈ ബീഫ് ഉള്ളത്. ഈ കപ്പയ്ക്ക് വേണ്ടിയുള്ള ബീഫ് 1 കിലോയാണ് ഉള്ളത്. കപ്പ 2 കിലോ. ഇനി നമ്മളത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് തേങ്ങ വറുത്തരയ്ക്കാൻ പോകുകയാണ്. അപ്പോൾ തേങ്ങ വറുക്കുന്നതിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒരു തേങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അത് ചിരകി ചെയ്തിട്ട് നന്നായി വറുത്തെടുക്കും. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങ അതിലോട്ട് ഇട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ തേങ്ങ ഏകദേശം വറുത്ത് വന്നിട്ടുണ്ട്. ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. നമുക്കിനി അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത് ഈ തേങ്ങയിലോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഒന്നുകൂടി ഒന്ന് മസാലകളൊക്കെ ചേർത്ത് എടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ എടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഒരു വലിയ 3 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. മല്ലിപ്പൊടി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് ഏകദേശം അത്രയും തന്നെ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. മുളക് പൊടിയും കൂടെയും ചേർത്ത് അതിലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഈ മിക്സിലോട്ട് ചേർക്കാൻ പോകുന്നത് അടുത്തത് ഗരം മസാലയാണ്. ഗരം മസാല ഒരു വലിയ സ്പൂൺ, ഒരു 1-1.5 സ്പൂണാണ് നമ്മളിവിടെ ചേർത്തിട്ടുള്ളത്. ഗരം മസാലയും കൂടി ചേർത്തിട്ട്, ഇത് ഓൾറെഡി നമ്മൾ വീട്ടിൽ പൊടിച്ചു വെച്ചിരിക്കുന്ന ഗരം മസാലയാണ്, അത് ഇവിടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ അതിന് ശേഷം നമുക്ക് അതിൻ്റെ കൂടെ ചേർക്കാനുള്ളത് കുറച്ച് പെരിഞ്ജീരകം, പിന്നെ കുറച്ച് കുരുമുളക്, കറിവേപ്പില, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. കറിവേപ്പിലയും കൂടെയും ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഇത് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. വറുത്ത് വെച്ചിരിക്കുന്നത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി നമ്മൾ അരയ്ക്കാനായിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻസിലോട്ട് കടക്കാം. ആദ്യം തന്നെ നമ്മൾ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കണം. അതിനുശേഷം സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മളതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു. കടുക് നന്നായി പൊട്ടി കഴിയുമ്പോൾ നമ്മൾ അതിലോട്ട് 2 സവാളയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. സവാള അതിലോട്ട് ചേർത്ത് കൊടുത്തു. 1-1.5 ആണെങ്കിലൊക്കെ മതി. ഇതിലേക്ക് സവാള അരിഞ്ഞ് ചേർത്ത് കൊടുത്തു. ഇനി സവാള നന്നായി വഴറ്റിയെടുക്കണം. അപ്പോൾ അത് നന്നായി വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്താണ് വഴറ്റിയെടുത്തിട്ടുള്ളത്. കുറച്ച് ഉപ്പും ചേർത്തു. ഇനി നമുക്ക് ഇതിലോട്ട് 2 പച്ചമുളക് കീറിയത്, അതിനുശേഷം കറിവേപ്പില, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി നന്നായിട്ട് ചതച്ചത്,
ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് വഴറ്റിയെടുക്കണം. ഏകദേശം സവാള, പച്ചമുളക്, കറിവേപ്പിലയൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി അതിലോട്ട് ചേർത്ത് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണം പോകുന്നവരെ വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ചുകൂടി മസാലകൾ നമ്മുടെ എരിവിനും അതൊക്കെ അനുസരിച്ച് മസാല കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യണം. ഞാൻ കുറച്ചുകൂടെ മല്ലിപ്പൊടി, ദെൻ മുളക് പൊടി, പിന്നെ ഗരം മസാല അല്ലെങ്കിൽ മീറ്റ് മസാല. ഇവിടെ ഇപ്പം മീറ്റ് മസാലയാണ് എടുത്തിട്ടുള്ളത്, ബീഫിനുള്ളത്. അപ്പോൾ ഇത്രയും ചേർത്ത് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ അത് മീറ്റ് മസാലയാണ്. നമ്മൾ സാധാരണ ബീഫിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഈ മസാലകളെല്ലാം മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായി അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ അതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉപ്പും മഞ്ഞൾപ്പൊടിയും മീറ്റ് മസാല ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫ് അതിലോട്ടിട്ട് മിക്സ് ചെയ്ത് എടുത്ത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഓൾറെഡി കുക്ക്ഡാണ്, അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇപ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫാണ്, എല്ലൊക്കെയുള്ള പീസുകൾ. അപ്പോൾ അതിൽ നന്നായി മിക്സ് ചെയ്ത് എടുക്കണം. കുറച്ചുകൂടി ലൂസായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതിങ്ങനെ തന്നെ ഇനി മിക്സ് ആക്കിയിട്ട് അടച്ചു വെച്ചൊന്ന് 5 മിനിറ്റ് വേവിച്ചെടുക്കണം. എല്ലാം ഒന്ന് മിക്സായി വരാൻ പാകത്തിന്. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ടത് കുക്കായി എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരുപാട് പ്രൊസീജിയേഴ്സ് ബാക്കിയില്ല. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്ന കപ്പ ഇതിലോട്ട് ചേർത്തിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ വറുത്തരച്ചതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തീരും. കപ്പ ബിരിയാണിയുടെ പ്രിപ്പറേഷൻ ഇവിടെ തീരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കപ്പയാണ്. കപ്പ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. 2 കിലോ കപ്പയാണുള്ളത്. അത് ബീഫ് 1 കിലോയും, അങ്ങനെ ടോട്ടൽ 3 കിലോ. ഇനി നമ്മൾ ഓൾറെഡി നേരത്തെ മസാലകളും തേങ്ങയെല്ലാം കൂടെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെള്ളമൊന്നും ചേർക്കാതെ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതോടെ നമ്മൾ അതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്താൽ മതി. വെള്ളം കുറച്ചും കൂടെ വേണം എന്നുണ്ടെങ്കിൽ പറഞ്ഞ മാതിരി കുറച്ച് ചൂടുവെള്ളം സൈഡിലൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്ത് ഇത് എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി കുറച്ച് സവാളയൊക്കെ കട്ട് ചെയ്തതിൻ്റെ മുകളിൽ വെച്ച് ഒരു മുട്ടയൊക്കെ പുഴുങ്ങി വെച്ച് നമുക്കത് നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്യാം. എന്നിട്ടത് കഴിക്കുമ്പോൾ ഈ സവാള കട്ട് ചെയ്തൊക്കെ കൂട്ടി തന്നെ കഴിക്കണം. അപ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ അതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റുവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കപ്പ ബിരിയാണിയുടെ ഏകദേശം പ്രിപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.
അപ്പോൾ നമ്മുടെ ഫൈനൽ സ്റ്റേജിൽ കപ്പ ബിരിയാണി എത്തിയിരിക്കുകയാണ്. സവാളയൊക്കെ കട്ട് ചെയ്ത് റൗണ്ടിൽ വെച്ചിട്ടുണ്ട്, മുട്ടയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂട്ടി ഇത് ഒരുമിച്ച് കഴിച്ച് നോക്കണം, നല്ല ടേസ്റ്റിയാണ്. താങ്ക് യു.